നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാലിടങ്ങഴി മണ്ണുണ്ട് എന്ന് മൂളാത്ത മലയാളികൾ ചുരുക്കമാണ് ഈ ലോകത്ത്. അതെ, നാളികേരമാണ് സബ്ജക്റ്റ്. നാളികേരത്തെക്കുറിച്ച് ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോവാം. അതിൻ്റെ മൊത്തം വാർഷിക പ്രൊഡക്ഷൻ എത്ര, എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, ആ നാളികേരം എന്താണ് അവർ അതിനുശേഷം ചെയ്യുന്നത്, എത്ര പ്രൊഡക്ഷൻ ഓരോരു സൗതേൺ സ്റ്റേറ്റിലും ഉണ്ട്, ഇന്ത്യയിൽ മൊത്തം ഉൽപാദനം എത്രയാണ്. അതെ, ഈ വ്യാജ വെളിച്ചെണ്ണയും ഒരുപാടുണ്ടല്ലോ, അതേക്കുറിച്ചും ഞാൻ കുറച്ച് സംസാരിക്കാം. നാളികേരത്തിൻ്റെ പ്രൊഡക്ഷൻ ആദ്യമായി വിശകലനം ചെയ്യാം. ഇന്ത്യയിൽ ഉത്പാദനം എത്രയെന്ന് നമുക്ക് നോക്കാം. ഓൾഡ് ഡാറ്റ പ്രകാരം ഇന്ത്യ അപ്രോക്സിമേറ്റ്ലി 11.7 ദശലക്ഷം ടൺ തേങ്ങ ഉത്പാദനം നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ കോക്കനട്ട് പ്രൊഡക്ഷൻ ഇന്ത്യയിലാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇതിൽ ഏകദേശം 40% തേങ്ങ എണ്ണയായി പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ വീണ്ടും 40% ഭക്ഷ്യ ഉപയോഗത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 46% സ്കിൻ പരിചരണത്തിനും എണ്ണയ്ക്കും സോപ്പിനും മറ്റുമായി ഉപയോഗിക്കുകയാണ്. പിന്നീട് ബാക്കിയുള്ള 14% വ്യാവസായിക ഉപയോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. നാഴികക്ക് 4 വട്ടം നാളികേരം പൊളിക്കുന്ന നമ്മൾ മലയാളികളുടെ ആരോഗ്യ രഹസ്യം നാളികേരം തന്നെയാണ്. എന്ത് തന്നെ പറഞ്ഞാലും, ആണായാലും പെണ്ണായാലും നല്ല ഭംഗിയുള്ള കറുത്ത മുടികൾ, അതൊക്കെ നല്ല ശരീരം, നല്ല പേഴ്സണാലിറ്റി, നല്ല എനർജി, നല്ല ബുദ്ധി, ഇതൊക്കെ നമുക്ക് നാളികേരത്തിന് കിട്ടുന്നതാണ്, യാതൊരു സംശയവുമില്ല. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൽപാദന പങ്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഡേറ്റ ഞാൻ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് പ്രകാരമുള്ള ഡേറ്റയാണിത്. തമിഴ്നാട് നിന്ന് 33.8% പ്രൊഡക്ഷൻ ഉണ്ട്. കർണാടകയിൽ 25.2% ഉണ്ട്. കേരളത്തിൽ 24% ഉണ്ട്. ആന്ധ്രാപ്രദേശിൽ 7.2% ഉണ്ട്. ഈ 4 തലസ്ഥാനങ്ങളിലും ചേർന്ന് ഏകദേശം 90% ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലാണ് ഉൽപാദനം ചെയ്യുന്നത്. നമുക്ക് വിപണി അവലോകനം ചെയ്യാം. കോക്കനട്ട് ഓയിലിൻ്റെ ഇന്ത്യയിൽ കോക്കനട്ട് വിപണിയുടെ മൂല്യം $216 മില്യനാണ്. അതായത് 1800 കോടി രൂപ. ഇതാണ് അക്കണക്ക്. പിന്നെ സാധാരണ ഓയിൽ അല്ലാതെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആഗോള വരുമാനത്തിൽ 58% വിഹിതം ഇന്ത്യക്കുണ്ട്. 2021 പിന്നെ ഈ കണക്ക്, ഈ റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ RVO എന്ന് പറയും, അതിന് 41.8% ഇന്ത്യക്ക് ഇതിൽ വിഹിതമുണ്ട്. ഇന്ത്യൻ വെർജിൻ കോക്കനട്ട് ഓയിൽ വിപണിയിൽ ഇന്ത്യ വളരെ മുമ്പോട്ടാണ്. അതായത് 2023 കണക്കുകൾ പ്രകാരം
$60.4 മില്യൺ അതായത് 500 കോടിയുടെ ആണ് വളർച്ച. അതായത് 9.3% ഇൻക്രീസ് ഉണ്ട്. അത് 2030 ആകുമ്പോഴത്തേക്കും $112.5 വരും. $112.5 2030 ആകുമ്പോഴത്തേക്കും. ഇതിൻ്റെ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ആ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും അതിൻ്റെ സുഗന്ധങ്ങളുമാണ് അതിനെ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. പിന്നെ RBD കോക്കനട്ട് ഓയിൽ വെച്ചാൽ റിഫൈൻഡ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ബ്ലീച്ച് ചെയ്ത് ഡിയോഡ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സുഗന്ധവും രുചിയും ഇല്ലാതാവും. അത് കൂടുതൽ നിലനിൽക്കും, അതിന് പെട്ടെന്ന് കേടുവരില്ല. അതുകൊണ്ടാണ് റിഫൈൻ ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ നീണ്ട ഷെൽഫ് ലൈഫ് അതിന് ഫ്രൈയിങ്ങിന് അനുയോജ്യമാണ്. ഈ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈയിങ്ങിന് വളരെ ഉത്തമമാണ്. വ്യവസായ അടിസ്ഥാനത്തിൽ ആണ് ഇത് റിഫൈൻ ചെയ്യപ്പെട്ടത്. പക്ഷെ റിഫൈൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നെഗറ്റീവ് പോയിന്റ്സ് അറിയാമല്ലോ. ഉപയോഗ വിഭാഗങ്ങളിലേക്ക് നമുക്ക് തിരിയാം. ഭക്ഷ്യ ആൻഡ് പാനീയം ഉപയോഗം. പ്രധാനമായ ഉപയോഗം പാചകം, സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, അതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ നാച്ചുറൽ ഓയിൽ ആവശ്യമായ ഭക്ഷണങ്ങളിൽ റിഫൈൻഡ് ഉപയോഗിക്കുന്നു. അതായത് അങ്ങനത്തെ ഭക്ഷണങ്ങൾ, ഇപ്പോൾ റിഫൈൻ ഉള്ള സാധനങ്ങളിൽ നാച്ചുറലിലേക്ക് റിഫൈൻഡ് ആണ് ഉപയോഗിക്കുന്നത്. ബി, കോസ്മെറ്റിക് ആൻഡ് പേഴ്സണൽ യൂസിനാണ് വേറെ ഒരു 2024 കണക്ക് പ്രകാരം വിപണിയിലെ വില 9,389 കോടി, അതായത് $1.1 ബില്യൺ രൂപയുടെ വർത്ത് സാധനമാണ് ഹെയർ ഓയിൽ, ഹെയർ ക്രീം, സോപ്പ്, ബാം എന്നിവിടങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇനി ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് വ്യവസായികത്തിന് സി, അതാണ് ഉപയോഗിക്കുന്നത്. അത് കാരിയർ ഓയിലായിട്ട്, പിന്നെ ബയോഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സോപ്പ് നിർമ്മാണത്തിന്. ഇതെല്ലാം ചേർത്താണ് ഈ ഒരു ശതമാനം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് തമിഴ്നാട്ടിൽ 150ഓളം മില്ലുകൾ പ്രവർത്തിക്കുന്ന കങ്കയം എന്ന സ്ഥലത്ത്, അവിടെയാണ് ഈ കോക്കനട്ട് ഓയിൽ കൂടുതൽ ഫാക്ടറി പല വിധത്തിലുള്ള സാധനങ്ങളും ഉൽപ്പാദിച്ചു വരുന്നത്. ഏകദേശം ഉപയോഗവിഹിതം പറയുകയാണെങ്കിൽ ഉപയോഗ ശരാശരി വിഹിതം വാല്യൂ അടിസ്ഥാനത്തിൽ പറയാം. വെർജിൻ കോക്കനട്ട് ഓയിൽക്ക് 50 മുതൽ 60% വരെ അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിഫൈൻഡ് ഓയിൽ, RBD എന്ന് പറയാം, കോക്കനട്ട് ഓയിൽ 40 മുതൽ 50% വരെ അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭക്ഷ്യ ഉപയോഗം രണ്ടും ചേർത്ത്, അതായത് വെർജിനും റിഫൈൻഡും ചേർത്തിട്ട് 60 മുതൽ 70% വരെ അതിൻ്റെ വോളിയം ഉണ്ടാവും. പിന്നെ കോസ്മെറ്റിക്സിൽ, ഫാർമ, വ്യവസായം, അതിന് 30 മുതൽ 40% വരെ വോളിയം. ഈ 150 മില്ലിൽ നടക്കുന്ന പ്രവൃത്തിയുടെ ശതമാനമാണ് ഞാൻ പറഞ്ഞത്. മൊത്തം വിപണി $216 മില്യൺ ആണ്. 1800 കോടിയാണ് 2024 കണക്ക്. വെർജിൻ കോക്കനട്ട് ഓയിൽ 58% ആഗോള പങ്ക്. അതിൽ $60 മില്യൺ ആണ് ഇന്ത്യക്ക് പങ്കുള്ളത്. പിന്നെ റിഫൈൻഡിന് 42% ഉണ്ട്, അതും ആഗോള പങ്കാണ്. പിന്നെ ഇത് ഉപയോഗം നമുക്ക് കൂടുതലും പാചക ഭക്ഷണത്തിനാണ് വലിയ പങ്ക്. കോസ്മെറ്റിക്സിന് കണക്ക് നോക്കുകയാണെങ്കിൽ റുപ്പീസിൽ 9,380 റുപ്പീസ്, 9,380 കോടി വ്യവസായം, ക്രോഡ്സിലാണ് കേട്ടോ, വ്യവസായ ഫാർമ വളർത്തിയിട്ടുണ്ട്. നാളികേരത്തെ പറ്റി പറയുമ്പോൾ വ്യാജ എണ്ണയെപ്പറ്റി പറയാതെ വയ്യ. വ്യാജന്മാരും കളിക്കുന്നുണ്ടല്ലോ, അത് വളരെ അപകടമാണ്. വ്യാജം കാരണം നമുക്ക് പലതും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഭക്ഷണത്തിൽ ചേർന്ന് ഇപ്പം കലർന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അത് മിനറൽ ഓയിലും ചേർക്കും, പാരഫൈറ്റ് ഓയിലും ചേർക്കും. ഇത് ചേർത്ത് കഴിഞ്ഞാൽ
വളരെ ഡേഞ്ചറസ് ആണ്. ഇത് ക്യാൻസർ പോലും പിടിപെടുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതെല്ലാം കൊള്ള ലാഭം ഉണ്ടാക്കാൻ ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പിന്നീട് പാം ഓയിൽ മിക്സ് ചെയ്യും ഇതിൻ്റെ അകത്തുനിന്ന്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ രുചി കുറച്ച് കുറയെങ്കിലും ഇത് ക്വാണ്ടിറ്റി ബൾക്കായിട്ട് വരും. ഇപ്പോൾ കോക്കനട്ട് ഓയിലും പാം ഓയിലും ചേർത്താൽ പ്രത്യേകിച്ച് ഇപ്പം വില കൂടിയ സമയത്ത്, പിന്നെ ആനിമൽ ഫാറ്റ് ചേർക്കും, ആനിമൽ കൊഴുപ്പ് ചേർക്കും, അത് വലിയ തോതിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ ഒറ്റ വഴിയേ ഉള്ളൂ, ഇത് വീട്ടിൽ പരീക്ഷിച്ചിട്ട് നോക്കുക ഇത് നല്ലതാണോ മോശമാണോ എന്ന്. അതിലൊരു വഴി ഞാൻ പറയാം, ഫ്രിഡ്ജിൽ വെക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 25 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ അതൊരു സോളിഡിഫൈ ആയി മാറും. അത് സോളിഡിഫൈ ആയാൽ നമുക്കറിയാം ഇത് ഒറിജിനൽ കോക്കനട്ടാണ്. പിന്നെ ഇത് റബ്ബ് ചെയ്ത് നോക്കുക, കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായി റബ്ബ് ചെയ്ത് മണത്ത് നോക്കുമ്പോൾ തേങ്ങയുടെ സ്മെല്ല് വരണം. പിന്നെ സ്മെൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇത് നന്നായിട്ട് മൂക്കിൽ വലിച്ച് കയറ്റുക, അപ്പം നമുക്ക് നല്ല സുഗന്ധം വരും. പിന്നെ പേപ്പർ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രൗൺ പേപ്പറിൽ എണ്ണ ഇടുക, അതൊരു ഗ്രീസി മാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ലതല്ല എന്നർത്ഥം. അത് അങ്ങനെ സക്ക് ചെയ്ത് പോകും. ഇതാണ്. പിന്നെ നൈട്രിക് ആസിഡും റെഡിഷ് ബ്രൗണും ആയിക്കഴിഞ്ഞാൽ ഇതൊരു ആസിഡ് ടെസ്റ്റ് വെച്ചാൽ അതും നമുക്ക് ഈ ലാബ് കൊടുത്ത് അറിയാൻ പറ്റും. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മിനറൽ ഓയിൽ, അതായത് ഈ മിനറൽ ഓയിലും ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ സാധ്യത കൂടുതലാണ്. പിന്നെ പാം ഓയിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ LDL കൊഴുപ്പ് ഉയർന്നു നിൽക്കും. മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൾച്ചറിന് വളരെ മോശമാണ്. അതിനും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. കൊളസ്ട്രോള് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കൂടും പെട്ടെന്ന്. കാരണം മൃഗക്കൊഴുപ്പ് ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ് ഇതിൻ്റെ അകത്ത്. ഡാൽഡ, ട്രാൻസ് ഫാറ്റ്, ഇതെല്ലാം കൊണ്ട് നമ്മൾ ഹൃദ്രോഗം, പ്രമേഹം ഒക്കെ നമുക്ക് പിടിപെട്ടും. പിന്നെ ഡിറ്റർജൻറ്റ് ചേർക്കുന്നുണ്ട് ചിലതിൻ്റെ നൊരയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അതും ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ സ്പെഷ്യൽ കെയർ എടുക്കുക. കേരളത്തിൽ പല തവണ FSSAI മാർഗനിർദ്ദേശപ്രകാരം വ്യാജ തേങ്ങ ഓയിൽ പിടിച്ചിരിക്കുകയാണ്. 2012 പഴയ കണക്ക് പ്രകാരം 30% വ്യാജമാണ് മാർക്കറ്റിൽ വരുന്നത്. അവർ ഒരു പേര് പോയി കഴിഞ്ഞാൽ വേറെ പേരിലത് ലോഞ്ച് ചെയ്യും. സുരക്ഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ISI മാർക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. FSSAI ബ്രാൻഡുകൾ മാത്രം വാങ്ങുക. പിന്നെ കോൾഡ് പ്രസ്ഡ് വെർജിൻ ഓയിൽ ഉപയോഗിക്കുക, അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അൺബ്രാൻഡഡ് ആയിട്ട് ഒരു സാധനം വാങ്ങരുത്. മറ്റേ വെറും കുപ്പിയിൽ ഒന്നും ലേബിളൊന്നും ഇല്ലാതെ വെച്ച സാധനം, ഇത് പാക്കുകളിലാക്കി കൊടുക്കുന്നത്, അതൊന്നും വാങ്ങരുത്. നമ്മൾ വേണ്ടെന്ന് തന്നെ പറയാം. നമുക്ക് കച്ചവടക്കാർ തരുമ്പോൾ ആവശ്യമില്ല, എനിക്ക് ബ്രാൻഡാണ് വേണ്ടതെന്ന് പറയാം. ഇതെല്ലാം വീട്ടിൽ പരീക്ഷണം മാക്സിമം ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാണ് ഉപഭോക്തൃ സംരക്ഷണ പ്ലാറ്റ്ഫോമുകൾ വഴി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഈ വ്യാജനം ചെയ്യാൻ നമുക്കിത് മാത്രമേ ഉള്ളൂ. നമുക്ക് നാളികേരത്തിൻ്റെ വീണ്ടും ഡീറ്റെയിൽസ് വരുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ സമീപിക്കാം. താങ്ക് യു. സൈനിങ് ഓഫ്, ഹർഷജി.